ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുള്ള കുറേ കാര്യങ്ങളാണ്. നമ്മൾ ഡ്രീം ഇലവനൊക്കെ സത്യമാണോ, ഇതൊക്കെ ഫേക്ക് ആണോ, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണോ വർക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ഇതൊക്കെ ശരിക്കും ലീഗലാണോ, ഇതൊക്കെ അങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അത് നോക്കാൻ പറ്റും. നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു ഫെഡറേഷൻ, ഇപ്പോഴല്ല ഓൾറെഡി കുറച്ച് കാലമായി നമ്മുടെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫാൻറ്റസി സ്പോർട്സ്, അതായത് FIFS. ഇപ്പോൾ നമുക്ക് നമ്മളെ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഈ കുബേരൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് അവിടെ കണ്ടില്ലേ, FIFS സ്റ്റാർട്ടപ്പ് മെമ്പർ എന്ന് കാണാൻ പറ്റും. ഇതിനതുപോലെ തന്നെ നമ്മൾ ചോയ്സിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ FIFS സ്റ്റാർട്ടപ്പ് മെമ്പർ എന്ന് കാണാൻ പറ്റും. അങ്ങനെ നമ്മളെ, അതായത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഈ ഒരു ഇതിൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നൊരു ഇതാണ്, ഫെഡറേഷനാണ്. സോ ഇതിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ളൊരു റിട്ടേൺസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും തരും. ഇതിൻ്റെ ഫൗണ്ടിങ് മെമ്പറായിട്ടുള്ളത് നമ്മുടെ ഡ്രീം ഇലവൻ തന്നെയാണ്. ഇത് ഫൗണ്ട് ചെയ്തതും ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നൊക്കെ നമ്മുടെ ഡ്രീം ഇലവൻ തന്നെയാണ്. ഇവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഇവിടെ നോക്കാൻ പറ്റുന്നുണ്ടോ. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് FIFS എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് ഇത് ഡ്രീം ഇലവൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റുന്നതോ. ഇതിനേപോലെ തന്നെ ഗോൾഡ് മെമ്പേഴ്സും സിൽവർ മെമ്പേഴ്സും ഇതിനേപോലെ തന്നെ ബ്രോൺസ് മെമ്പേഴ്സിനും ഒക്കെ നമുക്കിവിടെ ഓരോരുത്തരെയും വ്യത്യസ്ത തരമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ കാണാൻ പറ്റും. ഗോൾഡ് മെമ്പറായിട്ടുള്ള മറ്റൊരു ടീമാണ് ഫാൻറ്റസി അക്കഡ. then അതുപോലെ തന്നെ സിൽവർ മെമ്പേഴ്സായിട്ട് ഗുരു 11, then അതുപോലെ തന്നെ A23 അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കേലോ ഫാൻറ്റസി ലൈവ്, ഇതൊക്കെ ഏതോ എനിക്കറിയത്തില്ല. സ്പോട്ടസി ഉണ്ട്, നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ലിസ്റ്റിലുണ്ട്. 11 ഇതൊന്നും എനിക്ക് അറിയത്തൂടില്ല കേട്ടോ. പിന്നെ ഫേമസ് 11 സ്റ്റാർട്ടപ്പ് മെമ്പേഴ്സാണ്. സ്പൈസ് ഫാൻറ്റസി, അതുപോലെ തന്നെ നമ്മുടെ ചോയ്സ് 11, കുബേര ഫാൻറ്റസി, ഇങ്ങനത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ഇതിലുള്ളതാണ്. സോ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഫോക്കസ് 11 അങ്ങനത്തെ നമുക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റും ഇവരുടെ വെബ്സൈറ്റും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആപ്ലിക്കേഷനും കൊണ്ടുപോയി പാൻ കാർഡും മറ്റേതും എല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതൊക്കെ ലീഗലാണോ, ഈ ആപ്ലിക്കേഷൻ ഈ ഒരു FIFSൻ്റെ അണ്ടറിൽ വരുന്നതാണോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് എല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ ഇതിലോട്ടൊക്കെ കയറി പൈസ ഇടാനും എല്ലാം ശ്രമിക്കുക. സോ തീർച്ചയായിട്ടും ഡ്രീം ഇലവനൊന്നും ഒരിക്കലും പോകത്തില്ല. തീർച്ചയായിട്ടും അത് ഇനിയിപ്പോൾ ഇതുപോലെ സ്റ്റേറ്റ്സ് ബാൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ബാൻ ആവത്തുള്ളൂ, അല്ലാത്ത പക്ഷം ഒന്നും ബാൻ ആവത്തില്ല. കാരണം ഇത് ഡ്രീം ഇലവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ 50% സ്കില്ലും അതുപോലെ തന്നെ 50% ലെക്കും ഒക്കെയാണ്. അല്ലാതെ 100% ലെക്കായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഗാംബ്ലിംഗ് എന്ന് പറയുക. പക്ഷേ ഇത് ലെക്ക് പ്ലസ് സ്കില്ല് എന്നുള്ളൊരു സംഭവമുണ്ട്. സോ അതുകൊണ്ട് ഇതൊരിക്കലും ബാൻ ആവാനുള്ള ഇത് ആർക്കും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മളെ വേറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, കുബേര ഫാൻറ്റസി, ചോയ്സിലോ വിഷനിലോ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് അതെല്ലാം സേഫാണ്, 100% സേഫാണ്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഡ്രീം ഇലവനിലൊക്കെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, ബോട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടല്ലോ. സോ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.